കെഎസ്ആർടിസി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ മേയർക്കെതിരായ കേസിൽ തുടർ നടപടികളുമായി പോലീസ്. ആദ്യമെടുത്ത കേസിലെ പരാതിക്കാരനായ അഭിഭാഷകന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. രണ്ടാമത്തെ കേസിലെ പരാതിക്കാരൻ ഡ്രൈവർ യദുവിന്റെയും മൊഴി രേഖപ്പെടുത്തും. ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കും മറ്റു 3 പേർക്കുമെതിരെ കേസെടുത്തത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനന്തൻ, ഇക്കാര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് മേയർക്കെതിരാണ് എന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. തുടർ നടപടികൾ എങ്ങനെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്? മാധു, ഡ്രൈവറും മേയറും തമ്മിൽ പൊതുസ്ഥലത്തുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ ഇന്നലെയാണ് കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. യദുവിൻ്റെ പരാതിയിൽ പറയുന്ന മുഴുവൻ ആരോപണങ്ങളും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മേയർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ, മേയറുടെ സഹോദരൻ്റെ ഭാര്യ, കണ്ടാലറിയാവുന്ന ഒരു യുവാവ്, ഈ 5 പേരാണ് ഈ കേസിൽ പ്രതികൾ. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കന്റോൺമെന്റ് പോലീസ് കടക്കുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നുമില്ല. ഈ മേയറുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ, മേയർക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം എടുത്ത കേസ് ഒരു അഭിഭാഷകൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ്. അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് എടുത്തത്. ആദ്യഘട്ടത്തിൽ ആ കേസിൻ്റെ നടപടികളുമായിട്ടാണ് പോലീസ് പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. നാളെ ഈ കേസിൻ്റെ ആദ്യമെടുത്ത കേസിൻ്റെ നടപടികളുടെ ഭാഗമായി ആ കേസിലെ പരാതിക്കാരനായ അഭിഭാഷകൻ്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും യദുവിൻ്റെ പരാതിയിലുള്ള കേസിൽ മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അതിലും ആദ്യം പരാതിക്കാരനായ യദുവിൻ്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പ്രതികളുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നില്ല. ഈ പരാതിക്കാരൻ്റെയും ഒപ്പം തന്നെ സാക്ഷികളായ ഈ സംഭവം നടക്കുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ, അതിനൊപ്പം തന്നെ ഈ സംഭവം കണ്ടുകൊണ്ട് അവിടേക്ക് ഓടിക്കൂടിയ നാട്ടുകാർ, അവരുടെയൊക്കെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സാക്ഷികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാകും ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ പ്രതിയേർക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവ് എംഎൽഎയും അടക്കം മൊഴി രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും രണ്ടാമതെടുത്തിരിക്കുന്ന കേസ് ഗൗരവ സ്വഭാവത്തിലുള്ള കേസാണ്. അത് യദുവിൻ്റെ പരാതിയിലാണ്. അതിൽ ജാമ്യമില്ലാ വകുപ്പ് അടക്കം, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് അടക്കമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, യദുവിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടിയിരുന്ന CCTV ദൃശ്യങ്ങൾ, ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ്, അത് നശിപ്പിച്ചു കളഞ്ഞത് മേയറും ഭർത്താവും സ്വാധീനം ഉപയോഗിച്ചാണ് എന്നുള്ള ആരോപണവും എഫ്ഐആറിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനുണ്ട്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണൻ, ഈ പറയുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അത് അവിടെ ഉണ്ടായിരുന്നു, അത് റെക്കോർഡിംഗ് ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ താൻ പരിശോധന നടത്തിയില്ല തുടങ്ങിയ യദുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ പലതരത്തിലുള്ള ഘടകവിരുദ്ധങ്ങളായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, മീൻസ് മൊഴികൾ ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളോട് പറയുന്ന സമയത്ത്. മാത്രമല്ല, ഇതിപ്പോൾ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കാനുള്ള എന്ത് തെളിവാണ് അല്ലെങ്കിൽ എന്ത് വിവരങ്ങളാണ് ഈ പരാതിയുടെ ഭാഗമായി ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ യദു ആ പരാതിയിൽ ഉന്നയിച്ചിട്ടില്ല. യദുവിൻ്റെ പരാതിയിൽ പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ, ഒന്ന്, KSRTC ബസ് തടഞ്ഞു നിർത്തി തൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അസഭ്യം പറഞ്ഞു. അതിനൊപ്പം തന്നെ ഈ KSRTC ബസ്സിലുണ്ടായിരുന്ന പ്രധാന തെളിവായ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഈ പ്രതികൾ ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഈ ആരോപണങ്ങളാണ് യദുവിൻ്റെ പരാതിയിലുള്ളത്. ഈ പരാതിയാണ് ഇന്നലെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3ന്റെ പരിഗണനയിൽ വന്നത്. ആ കേസ് പരിഗണിച്ച ശേഷം കോടതി കന്റോൺമെന്റ് പോലീസിനോട് നിർദ്ദേശിച്ചത് ഈ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കേസ് രജിസ്റ്റർ ചെയ്യാനെന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് യദുവിന്റെ പരാതിയിലുള്ള മുഴുവൻ ആരോപണങ്ങളും, അതിൽ ഈ കേസ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഇനി പോലീസാണ് ഈ യദുവിന്റെ ആരോപണം അത് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് അതിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഗൗരവമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകേണ്ടി വരും. കാരണം ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, കോടതി ഇടപെട്ട കേസാണ്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ഈ രണ്ടാമത്തെ കേസിൽ നടക്കേണ്ടി വരും. ഈ മെമ്മറി കാർഡ്